இடுக்கியில் காட்டு யானைகள் இனி ரேஷன் கடையை சேதப்படுத்தாது. பயணம் செய்யும் ரேஷன் கடைகள் ஆதிவாசி குடிகளை வந்தடையும். மாவட்டத்தில் 2 பயணம் செய்யும் ரேஷன் கடைகள் ஆரம்பிக்கப்பட்டன. அரிசிக்கம்மன் மிக கூடுதலாக சேதப்படுத்திய பண்ணையாறிலும் ஆணையரங்களிலும் ரேஷன் கடைகளுக்கு நேராகத்தான் அரிசிக்கம்மன் இங்கிருந்து காடு கடத்திய பின்பு அதே பாதையை பின்தொடர்ந்து செல்வதுதான் சக்கை கொம்பன். ஒருமுறை ரேஷன் கடையை தாக்கினால் பின்பு தினந்தோறும் அது முடங்கும் நிலை ஏற்பட்டுள்ளது. ஆனால் இனி ரேஷன் கடைகளில் முடங்காமல் பொருட்களை கொடுக்க வேண்டும் என்ற லட்சியத்தோடு தான் இத்திட்டம். ஆடுவளத்தான் குடியிலும் சங்கரமாண்டி மேட்டிலும் உள்ளவர்களுக்கு தான் பயணம் செய்யும் ரேஷன் கடைகள் இனி தயாராகியுள்ளது. സഞ്ചരിക്കുന്ന റേഷൻ കട എന്ന പദ്ധതി നമ്മുടെ മലയോര എസ്റ്റേറ്റ് വനപ്രദേശങ്ങൾ അടങ്ങുന്ന പ്രദേശങ്ങളിലെ വിശേഷിച്ചും ആദിവാസി കുടുംബങ്ങൾ അവർക്ക് അരി വാങ്ങാൻ റേഷൻ കടയിൽ എത്തണമെങ്കിൽ അവരുടെ ഊരുകളിൽ നിന്ന് 5, 6, 8 കിലോമീറ്റർ സഞ്ചരിച്ച് വേണം എത്തേണ്ടത്. അപൂർവമാണെങ്കിലും ആളുകൾക്ക് അരി വാങ്ങാൻ എത്തണമെങ്കിൽ 200, 300, 500 രൂപ വരെ ചിലവ് വരുന്നു. ആ സാമ്പത്തിക പ്രയാസങ്ങളുള്ള കുടുംബങ്ങൾ ആയതുകൊണ്ട് തന്നെ അതുകൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് ഗവൺമെൻറ് സഞ്ചരിക്കുന്ന റേഷൻ കട അവരുടെ ഊരുകളിലേക്ക് എത്തി അവിടെ വെച്ച് വിതരണം ചെയ്യുന്ന സംവിധാനം ഏർപ്പെടുത്തിയത്. ഇന്നിപ്പോൾ 137ാമത്തെ ഊരാണ് ഇവിടെ ഇന്ന് 137ാമത്തെ സഞ്ചരിക്കുന്ന കടയാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്തത്. 100 കണക്കിന് ഊരുകളിൽ ഇതിൻ്റെ പ്രയോജനം ലഭിക്കുന്നുണ്ട്. ഗവൺമെൻറ്റിൻ്റെ 4ാം വർഷത്തിൽ 100 പരിപാടിയിൽ സമ്പൂർണ്ണമായും കേരളത്തിലെ ഇത്തരം കേന്ദ്രങ്ങളിലെത്തുന്ന സഞ്ചരിക്കുന്ന റേഷൻ കട പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ പോവുകയാണ്. ഇന്ന് ഇത് കഴിഞ്ഞ് തന്നെ തൊട്ടടുത്ത നമ്മുടെ രാജ MLAയുടെ മണ്ഡലത്തിലും ഇതുപോലൊരു ദേവികുളം മണ്ഡലത്തിലും ഇതുപോലെ തന്നെ റേഷൻ കട സഞ്ചരിക്കുന്ന കട ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. അടുത്ത ദിവസം പാലക്കാട് കൂടെ ആകുമ്പോൾ ഇത് പൂർണ്ണമാകും. കഴിഞ്ഞ ഒരു വർഷമായി കേരളത്തിലെമ്പാടും ഇതുപോലുള്ള ദുർഘടമായ പ്രദേശങ്ങളിലെ ആളുകൾക്ക് അരി വാങ്ങാൻ വരുന്ന പ്രയാസം ഒഴിവാക്കാനുള്ള പരിശ്രമമാണ് ഗവൺമെൻറ് നടത്തി വരുന്നത്. ഇവിടെ നിങ്ങൾ അറിയുന്നത് പോലെ അരിക്കൊമ്പൻ്റെ ആക്രമണം, ചക്കക്കൊമ്പൻ്റെ ആക്രമണം, ഇതിൻ്റെ ഫലമായി കടയിൽ ഇരിക്കുന്ന അരി തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ ലൈസൻസുകൾ പ്രകടിപ്പിക്കുന്നത് നിങ്ങൾ മാധ്യമങ്ങളുടെ പുറത്തു കൊണ്ടുവന്നതാണ്. ആ അസൗകര്യം, ആ പ്രയാസം ഒഴിവാക്കാനും ഇത് ഏറെ സഹായിക്കുന്ന ഒന്നായിരിക്കും. ஆடுவளத்தான் குடிகளில் 50 குடும்பங்களும் 12 கிலோமீட்டர் பயணம் செய்த பண்ணையாறில் வந்துதான் ரேஷன் வாங்கி செல்வது. ரேஷன் வாங்க சென்றிருந்தவர்கள் காட்டு யானை தாக்குதலுக்கு பயந்து மிகப்பெரிய துயரத்தை சந்தித்து வந்தனர். 15 കിലോമീറ്ററാണ് പോയി മേടിക്കുന്നത് റേഷൻ അരി. ഞങ്ങൾക്ക് ഇത്രയും സൗകര്യങ്ങൾ ഒരുക്കി തന്നതിന് ഗവൺമെൻറ്റിന് ഒത്തിരി നന്ദികളുണ്ട്. ഇനി ഞങ്ങൾ ആനയുടെ ശല്യം കുറഞ്ഞ് ഞങ്ങൾ കുടിയിൽ മേടിക്കുവാണ്. சங்கரமாண்டி மேட்டில் 52 கார்டு உரிமையாளர்கள் உள்ளனர். மாதத்தில் 2 முறை ரேஷன் பொருட்கள் வாங்குவதற்கு குடிகளுக்கு வர வேண்டும். നമ്മുടെ കേരള ഗവൺമെൻറ് ചെയ്ത ഒരു നല്ല കാര്യമാണ്. അപ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള ഏരിയയാണ് ആടുവളത്താൻകുടി. ഇവിടുന്ന് ട്രാവൽ ആണെങ്കിൽ 16 കിലോമീറ്റർ സഞ്ചരിച്ചാണ് റേഷൻ സാധനങ്ങൾ വാങ്ങുന്നത്. ഇങ്ങനെ വാതിൽപ്പടി റേഷൻ വിതരണം ചെയ്യുന്നതിന് ഒരു നല്ല കാര്യം. അതുപോലെ ഈ ബുദ്ധിമുട്ടുള്ള കുടികളിലും കൂടെ ഈ സംഭവം കൊടുക്കണം. അത് വന്നിട്ട് കോളിപ്പണ്ണക്കുടി, പന്തടികളം, 301, പച്ചപ്പുല്ല് ഈ മേഖലയും കൂടെ ഭയങ്കര കഷ്ടപ്പാടുള്ള ഏരിയയാണ്. ഈ സേവനം അവിടെയും കൂടെ പോകുന്നത് നല്ലത്. யானைகளின் அட்டுழியம் அதிகரித்த நிலையில் 301, பத்தடிக்களம், பச்சை புல்தொழுக்குடி, கோழிப்பண்ணைக்குடி போன்ற இடங்களில் பயணம் செய்யும் ரேஷன் கடைகள் வேண்டும் என்ற கோரிக்கை മുൻവയ്ക്കപ്പെട്ടത്. സർക്കാരിൻ്റെ പുതിയ 100 ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സഞ്ചരിക്കുന്ന റേഷൻ കട എന്നാണ് ഈ പദ്ധതിയുടെ പേര്. ഇത് റേഷൻ കടയിൽ എത്തിപ്പെടാൻ വിദൂരങ്ങളിൽ താമസിക്കുന്ന ആദിവാസി മേഖലയിലെ കുടികളിലാണ് പ്രധാനമായി ഇത് ചെയ്തു വരുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ കടയുടെ കീഴിൽ ആടുവളത്താൻ ST കോളനി, പന്തടിക്കളം, കോഴിപ്പണ്ണക്കുടി എന്നീ മേഖലയിൽ ഇതിൻ്റെ വിതരണം ഉണ്ടാകും. അതുപോലെ തന്നെ തൊട്ടടുത്ത പ്രദേശമായ സങ്കരമാണ്ടി വീട്ടിലും അവിടെ ഈ കാട്ടാന ശല്യമൊക്കെ ഒരു വിഷയമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർക്കും കടയിൽ എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുകളുണ്ട്. അങ്ങനെയുള്ള മേഖലയിലാണ് ഇത് നടപ്പിലാക്കി വരുന്നത്. தற்பொழுது பயணம் செய்யும் ரேஷன் கடை கிடைத்த சந்தோஷத்தில் தான் இங்குள்ளவர்கள். நியூஸ் பீரோ ராஜகுமாரி.